പഴയ കാലത്തെ ആൾക്കാർ താമസിച്ചിരുന്ന എങ്ങനെയാണ്, അവരുടെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. ഇതിപ്പോൾ നമ്മളൊരു സൗദിയിൽ ദുബായിൽ വന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ അല്ലേ. പനയൊക്കെ ഉണ്ട്, ഈന്തപ്പന, ഒട്ടകം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ട എല്ലാം ഉണ്ട്. ഇതാണ് മരുഭൂമി പപ്പ. ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്ത് കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് അല്ലേ, കോട്ടക്കുന്ന്, മലപ്പുറം കോട്ടക്കുന്നാണ്. അപ്പോൾ ഇതൊരു പാർക്കാണ്. പാർക്കും പിന്നെ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിൽ കയറുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളും ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയി പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഇവിടെ മോസ്റ്റ്ലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. കുട്ടികൾക്കും യങ്സ്റ്റേഴ്സ്ക്കും കപ്പിൾസിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഏരിയയാണ്. ആക്ടിവിറ്റി അല്ല, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, കുറേ ഫൺ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ കമ്മോൺ. ഇതാണ് പാർക്കിംഗ് ഏരിയ. അത്യാവശ്യമായ വലിയ പാർക്കിംഗ് ഏരിയയാണ്. ബൈക്കും കാറും ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ചാർജസ് 20 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഒരാൾക്ക് എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീയും 20 റുപ്പീസാണ്. വലിയ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് റിപ്പബ്ലിക് ഡേയും കൂടിയാണ്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി തിരക്ക് കൂടുതലാണ് എന്ന് തോന്നുന്നു എനിക്ക്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഉള്ളിൽ പോയിട്ട് നോക്കാം. കമോൺ. ആദ്യം നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ എല്ലാ സ്ഥലത്തും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഡിസ്നി പാർക്കാണ് കേട്ടോ. ഡിസ്നി പാർക്കാണ്. അപ്പോൾ ഇവിടെ മുഴുക്ക കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തന്നെയാണ്, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാ സാധനത്തിനും ഓരോരോ ചാർജസ് ഉണ്ട്. ഓക്കെ, ട്രെയിൻ 40, ബോട്ട് 40, ടവർ 40, ഹോഴ്സ് 30. ഇതിലായിരിക്കേണ്ടത് ചില ഇതിലിരിക്കുക എത്ര? ഏതിൽ? അപ്പോൾ ഇവിടെയാണ് 50 രൂപ ടിക്കറ്റ്. ഇവിടെ കുതിരയിലും ഇരിക്കാം. പിന്നെ അവിടെ ഒരു ജിറാഫും കാണുന്നുണ്ട്, അവിടെയും ഇരിക്കാം. എല്ലാ ഇതിലും ഓരോരോ ചാർജാണല്ലേ. കറിക്കോ കുഞ്ഞാ. കുഞ്ഞാ, ഇതാ എൻ്റെ മോള് ഹോഴ്സിൽ പോണു. കമോൺ. എന്താ നീങ്ങാത്ത? എന്താ തിരിയാത്ത? ഇതാ വേറെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാവും. കുട്ടികൾ സ്പെഷ്യൽ ആയിരിക്കും ചിലപ്പോൾ. കാരണം ഇതെല്ലാം കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ മുഴുക്ക ഈ കോട്ടക്കുന്നിൽ. ഹായ് പാറു. ഹായ് പാറു. ഹായ്. അവൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ് അവൾക്ക്. ഇതൊക്കെ നല്ല ഇഷ്ടമാണ് അവൾക്ക്. 2-3 വേറെ കുട്ടികളും ഉണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. കുതിരയിലിരിക്കുക, ചാടുക, മറിയുക, വേറെ എന്താ വേണ്ടത്. അവരുടെ ലോകമാണ് ഇതൊക്കെ. അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം അല്ലേ. അതൊക്കെ തന്നെയല്ലേ ലൈഫ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഞാനിതുണ്ടാ, ഇത് സാധനം നമ്മൾ ഈ വണ്ടർലയിലൊക്കെ കാണാറില്ല, അങ്ങനത്തെ സാധനമാണ് കേട്ടോ. ചാച്ചിരുന്നതിൻ്റെ മോളിക്ക് പോവത്. ഇവരെല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മോളു? എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയോ? മോള് പേടിച്ചൊന്നുമില്ലല്ലോ. പിന്നെ അപ്പുറത്തേക്ക് ഇനി ജിറാഫ്. ഇത് ജിറാഫിൻ്റെ സെക്ഷനാണ്. ഓക്കെ, ഇതും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം തന്നെയാണ്. ഇതാ എൻ്റെ മോള് കയറിയിരുന്നു. എങ്ങനെയുണ്ട് മോളെ? സൂപ്പറാണോ? ഹേ
ഇത് ജിറാഫാണ് കേട്ടാ. ജിറാഫിന്റെ വായലാണ് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ട ജിറാഫ് തിരിയണ കണ്ട. അപ്പൊ എന്ത് രസമാണ്. ആ സ്പീഡ് തിരിയണേ. അയ്യോ കുഞ്ഞാ, ഇത് നല്ല സ്പീഡിലാണ് തിരിയണത്. ഇത് വിചാരിച്ച നോക്കി നോക്കിയേ കണ്ടാ, വിചാരിച്ച മാതിരി അല്ല, അടിപൊളിയാണ്. കുട്ടികളുടെ വണ്ടറല്ല ഇത്. തിരിഞ്ഞ് കാണുമ്പോൾ ഞങ്ങളെക്കാണ് പേടി, അവൾക്ക് പേടിയൊന്നുമില്ല. ഇപ്പോഴും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മള് കുട്ടികൾ എൻജോയ് ചെയ്ത് പോകും. നോക്കിയേ വേണ്ട, ജിറാഫ് മുഴുവൻ കളർഫുള്ളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കളേഴ്സ് തന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യും. പിന്നെ അതിൽ വല്ല ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി സ്പീഡ് വേണമായിരുന്നോ? ആ ഓക്കെ. അങ്ങനെ ഡിസ്നി പാർക്കിൽ കയറി. ഓക്കെ, ഡിസ്നി പാർക്കിൽ കയറിയിട്ട് മോള് 2-3 റൈഡ്സിലിരുന്നു. അവൾ നല്ല ഹാപ്പിയായി. ഇനി അടുത്ത റൈഡ്സിൽ പോകും. ഇനി കുറേ സെക്ഷൻ ഉണ്ട് ഇവിടെ. കുറേ സെക്ഷനായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം, എല്ലാ സെക്ഷനിലൊന്ന് പോയി നോക്കാം. അപ്പോഴത്തെ ടിക്കറ്റിൻ്റെ റേറ്റും. പക്ഷേ ഇവിടെ ഓരോ ഗെയിം കളിക്കുകയാണെന്ന് വെച്ചാലും എല്ലാത്തിനും ഓരോരോ ടിക്കറ്റാണ് കേട്ടോ. എല്ലാത്തിനും ടിക്കറ്റ് റേറ്റാണ് ഡിഫറെൻ്റ് ആണ്. ചിലത് 30, ചിലത് 40, 50 അങ്ങനെയൊക്കെയാണ്. ഇനി ഇവിടെയാണ് വന്നത് ചിൽഡ്രൻസ് പാർക്ക് DTPC. ഇനി ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ പറ്റുള്ളൂ എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ വന്നു. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ 30 രൂപയാണ് ചാർജസ് ടിക്കറ്റിന്. കുട്ടികൾക്ക് മാത്രമേ ചാർജുള്ളൂ. അപ്പോൾ 30 രൂപയ്ക്ക് ഒരു ഗെയിമിൽ ഇരിക്കാം നമുക്ക്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് കേട്ടോ ആക്ടിവിറ്റീസുകൾ. അങ്ങനെ മോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. ചാടിക്കോ. ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറും ചാട്ടം മാത്രമേ ഉള്ളൂ. എന്നാ പേടിക്കണ്ട. അവൾക്ക് പേടിയായി പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് ഫഡുലാൻഡ് ഇൻഫ്ലേറ്റബിൾ പാർക്ക്. ഓക്കെ, 50 rupees. അങ്ങനെ മോളെ ഉള്ളിൽ കയറി ഉള്ളിൽ കളിച്ചോണ്ടിരിക്കും. ഇനി വേറെ സ്ഥലത്ത് പോവാ. അതിന് മുകളിൽ ഇനി അത് കഴിഞ്ഞു. അത് ചെരുപ്പ് ഇടണ്ട, ചെരുപ്പ് ഞാൻ അവിടെ. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് വലുതാണേ പാറു, ഇതിനുള്ളിൽ കയറണട്ടാ. ഈ സെക്ഷന് ഒരു മുതലാണ് കേട്ടോ. കാരണം 50 രൂപയ്ക്ക് ഇവിടെ മാക്സിമം റൈഡ്സ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ. കുറെ എല്ലാത്തിലും കൂടി 50 രൂപയാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നല്ല തിരക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് വരണം. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഈവനിങ് ടൈമിൽ വരണം, എന്നാലേ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈവനിങ് ടൈമിലാണ് വെയിലും കാര്യങ്ങളും ഇല്ലാത്തത്. ഇത് വേറെ റൈഡാണ്. അപ്പോൾ മറ്റേ റൈഡ് കഴിഞ്ഞു വേറെ റൈഡിൽ കയറിയതാണ്. നിങ്ങളെ രസണ്ടാ? പേടിക്കാനും ഒന്നുമില്ല മോളെ. എത്ര കുട്ടികളല്ലേ കളി. അവിടെ മോള് കയറിയ പേടിയൊക്കെ മാറും. ഇവിടേക്ക് വന്നാലേ കുട്ടികൾ വീട്ടിൽ പിന്നെ പോവില്ല. ഇവിടുത്തെ കയറാൻ പറ്റില്ല. കുറച്ച് വലിയ കുട്ടികൾക്ക്
നമുക്ക് അതിൽ കയറി പിടിച്ച് കയറിയപ്പോൾ കുറച്ച് പേടി, അത് കാരണം നമുക്ക് വേറെ റൈഡിൽ ഇന്നത്തെ ഈ ചാടിക്കളിക്കണ കളികളില്ലേ, ഈ ചാടിക്കളിക്കണ കളികളെ അവൾക്ക് ഇഷ്ടം. ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറണത്, മുകളിൽ നിന്ന് ചാടുന്നത് അവൾക്ക് പേടിയാണ്. കുത്തിമറിയാൻ, നോർമൽ പറയാൻ കുത്തിമറിയാനുള്ള കളികളാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കും കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ ബലൂണിൻ്റെ കളിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇത് പുറത്തത്തെ സീനാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് മിറാക്കിൾ ഗാർഡൻ. അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കമോൺ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഐ ലവ് കോട്ടക്കുന്ന്. പിന്നെ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ബിസിയാണ്. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് നമ്മൾ ഉള്ളിൽ കയറി വന്നപ്പോൾ. നല്ല തണുപ്പും നല്ല പോസിറ്റീവ് വൈബുമാണ്. 4 പുറം ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ, നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, കോട്ടക്കുന്ന് താഴത്ത് വെള്ളം ഒഴുകുന്നുണ്ട്. സൂപ്പറായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാജിക് ഗാർഡനുള്ളിൽ കയറി. ഓക്കെ, അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഐ ലവ് കോട്ടക്കുന്ന് എന്ന് പറഞ്ഞ ഒരു വാട്ടർ ഫൗണ്ടൻ കണ്ടു. അവിടെ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പ്രതീക്ഷിക്കും നല്ല ഫോട്ടോസാണെന്ന്. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ളിൽ കയറുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഏത് സ്ഥലത്ത് നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ഷനിൽ നമ്മൾ ഒരു 5-10 മിനിറ്റ് എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യും ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട്. ഇത് മുഴുക്ക നടന്ന് കാണാനുള്ളതാണ് കേട്ടോ. മുഴുക്ക നമുക്ക് നടന്ന് കാണാം. എന്താ ഫൗണ്ടൻ ഉണ്ട്. പിന്നെ ഈ 4 പുറം ഭംഗിയുള്ള പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ മാന്ത്രിക ഗുഹ, ഗുഹ മായാവിയുടെ ഗുഹയാണെന്ന് തോന്നുന്നു. ഇതാ കുട്ടൂസൻ ഉണ്ടാവും അതിനുള്ളിൽ. ആരെയും ഒളിച്ച് നിൽക്കണത്? ഒളിച്ച് നിൽക്കണം. അപ്പോൾ അത് ഒളിച്ച് നിന്ന് നോക്കട്ടെ. കുട്ടൂസൻ്റെ ഗുഹയാണിത്. ഞങ്ങളെ മായാവി ഇതൊരു ഗുഹയാണ് കേട്ടോ. ഗുഹ മാതിരി ഉണ്ട് അല്ലേ? ഇത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഒളിച്ചിരിക്കാം, ഒളിച്ച് കളിക്കാം. ഒളിച്ച് കളിക്കാം നമുക്കിതിനുള്ളിൽ. നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ കുട്ടികളായിട്ട് എന്തായാലും ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് വരണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. 4 പുറം നോക്കുമ്പോൾ നമുക്ക് ഈ പച്ചപ്പും ചെടികളും ഇതൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു പോണത് ഒരു ആർട്ടിഫിഷ്യലായ ഒരു ഗ്രാമത്തിലേക്കാണ്. നല്ലൊരു ഇത് മാൻമെയ്ഡ് ഗ്രാമമാണ്. ആർട്ടിഫിഷ്യലാണ് മുഴുക്കെ. ഓക്കെ, പഴയ കാലത്തെ ആൾക്കാർ താമസിച്ചിരുന്ന എങ്ങനെയാണ്, അവരുടെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. ഇവിടെ 2 പ്രതിമകൾ കാണാം. തൊടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇതൊക്കെ പഴയകാല സെറ്റിങ്സാണ്. പഴയ കാലത്ത് എങ്ങനെയൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നത് അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ഗ്രാമം. അത് കണ്ട ഇവിടെയൊക്കെ ഉണ്ട് ഗ്രാമം. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ട്. ഇതാണ് ഗ്രാമീണ ഗ്രന്ഥശാല. ഇതാണ് പഴയകാല ഗ്രാമീണ ഗ്രന്ഥശാല. എന്താ നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനത്തെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് പണ്ടത്തെ നമ്മൾ പണ്ടത്തെ വില്ലേജിൽ എങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ലേ, താഴത്ത് കടയും മുകളിൽ
പഞ്ചായത്ത് ഓഫീസും അങ്ങനെയൊക്കെ തന്നെ. ഇതാണ് കേട്ടോ നമ്മളെ പഴയ കാലത്തെ വീട്. ഓക്കെ, ഈ വൈക്കോലൊക്കെ വെച്ചുണ്ടാക്കിയ വീടില്ലേ, വൈക്കോലും മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെയാണത്. ഇതാ കിണറൊക്കെ ഉണ്ട് കേട്ടോ. കിണറൊക്കെ ആക്ച്വലി നമുക്ക് റിയലാണെന്ന് തോന്നും. ഓക്കെ, ഇതൊക്കെ കിണറാണ്. ഇതാ വൈക്കോലുകൊണ്ട് ഉണ്ടാക്കിയ വീട്. ഇതാ പണ്ടത്തെ കമ്പ്രാന്തിൽ ഇവിടെയാണ് പണ്ട് ലൈറ്റ് കത്തിച്ച് വെച്ചേർന്നത്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. നമ്മളെ തലയുടെ മുകളിലൊക്കെ ചെടിച്ചട്ടികളാണ് കേട്ടോ. ചെടിച്ചട്ടികളും അതിലും കുറേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിനെയാണ്, നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലപ്പാ. ചെടികളും പൂക്കളും എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയത്തില്ല അല്ലപ്പാ. അത്യാവശ്യം വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ ഇവിടെ കാണാനേ. ഉള്ളിൽ കയറി കഴിഞ്ഞാലേ മെയിൻലി ആൾക്കാർ ഫോട്ടോസും വീഡിയോസാണ് എടുക്കുന്നത് ഇതിനുള്ളിൽ. കാരണം ഏത് സ്ഥലത്ത് നമ്മൾ നോക്കിയാലും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും തന്നെയാണ്. പൂക്കളും ചെടികളും ചട്ടികളും ഓരോരോ തീംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് പഴയ വില്ലേജ്, ചില സ്ഥലത്ത് വില്ലേജിലത്തെ ഓരോരോ കാര്യങ്ങളും ആക്ടിവിറ്റീസുകളും പഞ്ചായത്തും റേഷൻ കടയും ഒക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അങ്ങനെ ഞങ്ങൾ ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറൊന്നും അടിക്കുന്നില്ല അല്ലേ? അത്യാവശ്യം കാണാനുണ്ട് സ്ഥലങ്ങളൊക്കെ. ഓക്കെ, കുറേ നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. വേറെന്തൊക്കെയാ പറയാനുള്ളത്? വേറെ നല്ല രസമുണ്ട്. വെറൈറ്റി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്താണ് സാന്താക്ലോസ് ഉണ്ട്, പിന്നെ കുറേ ചെടികളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, ചെറിയൊരു ഗ്രാമം കാണിച്ചു വെച്ചിരിക്കുന്നു അല്ലേ, പഴയ വീട് കാര്യങ്ങള് ഗ്രാമം. പിന്നെ ഇവിടെ എന്തോ മരുഭൂമിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കാം, മരുഭൂമിയിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ്. പക്ഷെ നമ്മളൊരു 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വർത്താണ് കേട്ടോ, മുതലാണ് കേട്ടോ. നമുക്ക് കുറേ സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പോയി നോക്കാം എന്താണെന്ന്. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ മാപ്പ് കാണാം കേട്ടോ. ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് അതിലുള്ള ചെടികളൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്. ഇതാണ്ട് മരുഭൂമി ഇല്ലമ്മ. അപ്പോൾ ഞങ്ങൾ മരുഭൂമിയിലെത്തി. ഓക്കെ, വാ നല്ല സാധനം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു സൗദിയിൽ ദുബായിൽ വന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ അല്ലേ. പനയൊക്കെ ഉണ്ട്, ഈന്തപ്പന, ഒട്ടകം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതണ്ട എല്ലാം ഉണ്ട്. ഇതാണ് മരുഭൂമി പപ്പ. മരുഭൂമിയിലെത്തി നമ്മൾ. അല്ലേ പാറു? അവിടെ പാറു ഒട്ടകത്തിലിരിക്കണ്ട, നമുക്ക് അതിലിരിക്കാം, നമുക്ക് ഇരിക്കാം. ഒട്ടെ ചേച്ചിമാരുടെ കൈയ്യട്ടാ. അങ്ങനെ മോള്. ഹലോ, എങ്ങനെയുണ്ട് ഒട്ടകം? അതിൻ്റെ ഉള്ളിൽ പോയിരുന്നേ. അങ്ങനെ ഞങ്ങള് മാജിക് ഗാർഡനിന് പുറത്തേക്ക് വന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ മമ്മി? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അതിനുള്ളിൽ കുറേ സാധനങ്ങൾ ഹ്യൂമൻ മെയ്ഡാണ് അല്ലപ്പാ. എന്താണ് പറയുക, വില്ലേജ് അല്ലേ, വില്ലേജ്, പിന്നെ മരുഭൂമി, ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്കിത് നോക്കാം. ഓക്കെ, പണ്ട് വരുന്ന സമയത്ത് ഈ ഒരു ഗോപുരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ വന്നതാണ്. ഇതൊക്കെ ഇപ്പൊ ഡെവലപ്പ് ആയതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഴയ
ഇതായിരുന്നു ആദ്യം ഇവിടെ വന്നിരിക്കാം. അതേ ഞങ്ങളൊക്കെ ചെയ്തിരുന്നത് പണ്ട് കാലത്ത്. കുറച്ച് മുന്നേ, കുറച്ച് വർഷം മുന്നേ. അങ്ങനെ ഞങ്ങളിപ്പോ പുറത്തേക്ക് വന്നു. പുറത്തല്ല, ഇതിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ചായ ഒക്കെ ഒന്ന് കുടിക്കാം. ഓക്കെ, അത് അങ്ങോട്ട് പോയോ. ഇവിടെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാ സ്നാക്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി വന്നിറക്കുകയാണ്. ഇത് കോളിഫ്ലവർ ഫ്രൈ, അത് ചിക്കൻ ഫ്രൈ. എൻ്റെ മോള് കഴിക്കുന്നത് എന്താണ് മോളു? കാടമുട്ട. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കാടമുട്ട. ഇതിന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഇവിടെ കളിപ്പാട്ടങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചു ഇവിടുന്ന്. ഇനിയിപ്പോൾ അച്ഛൻ മോൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിറക്കുകയാണ്. ഇവിടെ കുട്ടികൾ കൊണ്ട് വന്നാലേ നല്ല ചിലവ് തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ട കളിപ്പാട്ടങ്ങൾ ഇവിടെ ഉണ്ട്, കളിപ്പാട്ടങ്ങൾ കണ്ട. പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ ഇവിടെ, മാങ്ങ, പൈനാപ്പിളോ ഒക്കെ, പോപ്കോൺ, ഐസ്ക്രീം. നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചതെല്ലാം ആകർഷക രൂപത്തിലും ഭാവത്തിലും. ഹായ്, അങ്ങനെ ഞങ്ങൾ കോട്ടക്കുന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടെ ഫാമിലി ആയിട്ടും വരാം, ഇൻഡിവിജ്വലായിട്ടും വരാം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. എസ്പെഷ്യലി കുട്ടികളുടെ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കുട്ടികൾ കൊണ്ടുവന്നിട്ട് നമ്മളെ അങ്ങോട്ട് വിട്ടാൽ മതി, അവർ പോയി കളിച്ചോളും. അവരുടെ ലോകമാണ്. ഓക്കെ, അപ്പോൾ മലപ്പുറം ഭാഗത്തേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഭാഗം ഒന്ന് സന്ദർശിക്കണം. ഓക്കെ, നല്ലൊരു രസം തന്നെയാണ്. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇല്ലേ പാറുവിനെ ഞങ്ങൾ പിടിച്ചാൽ കിട്ടിയില്ല. പാറൊക്കെ ഓടി കളിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വ്ളോഗ് ലൈക്ക് ചെയ്യണം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.